എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. നമുക്കിന്ന് സദ്യ സ്പെഷ്യലായിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പി കാണാം. കടലയൊക്കെ ഇട്ടിട്ടുള്ള കൂട്ടുകറി. ചില സ്ഥലത്തൊക്കെ ഇതിൽ 2-3 പച്ചക്കറികൾ മാത്രമേ ഇടത്തുള്ളൂ. പക്ഷേ നമ്മുടെ സ്ഥലത്തൊക്കെ പേര് പോലെ തന്നെ ഒരുപാട് പച്ചക്കറികൾ കൂട്ടിയിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്, അവിയൽ പോലെ. എന്നാൽ ടേസ്റ്റിൽ നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ചെറിയ കപ്പളവിനാണ് പച്ചക്കറികൾ എടുത്തിരിക്കുന്നത്. 1/4 കപ്പിലും കുറച്ച് കുറവ് അളവിന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്രയും പച്ചക്കറി വേണം. എല്ലാം ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കണം. പടവലങ്ങ, വെള്ളരിക്ക, മത്തങ്ങ, ചേന, പിന്നെ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. എൻ്റെ ഏത്തക്കായ കുറച്ചൊന്ന് വിളഞ്ഞതാണ്. സാരമില്ല, നമുക്ക് ചെറിയ മധുരം വേണ്ട കറിയാണ്, അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഈ ചെറിയ കപ്പളവിനാണ് നമ്മൾ ഈ പച്ചക്കറിയെല്ലാം എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് കടലയും 1/4 കപ്പിലും കുറച്ച് കുറവളവിൽ വേണം. ഇത് ഓവർനൈറ്റ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല നമുക്ക് ആദ്യം ഒന്ന് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഇത് വെള്ളം ഊറ്റി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നെകയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ഒരു 1/4 വേവ് ആവുന്നിട വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലുമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. ആവി പോയതിന് ശേഷം നമുക്കിത് തുറന്നു കൊടുക്കാം. അപ്പോൾ ഈ കടല ഒരു 1/4 വേവ് ആയിട്ടേ ഉള്ളൂ. ഞാൻ ഇന്നൊരു മൺചട്ടിയിലാണ് കൂട്ടുകറി തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കുക്കറിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഏത്തക്കായ അല്ലെങ്കിൽ നേന്ത്രക്കായ കട്ട് ചെയ്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണോളം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പരച്ചെടുക്കാം. 1 പിടി തേങ്ങയാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കേണ്ടത്. ഒരു മുഴുവൻ തേങ്ങയുടെ 1/4 ഭാഗമാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അപ്പോൾ പുളിശ്ശേരിക്ക് അരയ്ക്കുന്ന പോലെ ഒരുപാട് അങ്ങ് സ്മൂത്തായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ള 3 പിടി തേങ്ങ 1/4 മാത്രമാണ് നമ്മൾ ആദ്യം അരച്ചെടുക്കുന്നത്. ബാക്കിയുള്ള തേങ്ങ നമ്മളൊന്ന് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും 1 നുള്ളു ജീരകവും 1/4 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാനിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാക്കിയിരിക്കുന്ന തേങ്ങ എത്രയും ചേർത്ത് കൊടുക്കാം. കൂട്ടുകറിക്ക് നമ്മൾ ഒരുപാട് തേങ്ങ ഉപയോഗിക്കും. നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ കൂട്ടുകറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഈ തേങ്ങ കടിക്കാൻ കിട്ടുമ്പോൾ ഉള്ളൊരു ക്രഞ്ചിനെസ് ആണ്. നമ്മളിത് അരച്ചൊന്നും അല്ല ചേർത്ത് കൊടുക്കുന്നത്, ഇതിങ്ങനെ വറുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം അരയ്ക്കുന്ന തേങ്ങയാണ് ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പച്ചക്കറി വെന്തോന്നറിയാനായിട്ട് നമ്മുടെ ചേനയുടെ പരുവമാണ് നോക്കുന്നത്. ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കി പച്ചക്കറികളെല്ലാം വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂട്ടുകറി പെട്ടെന്ന് കുറുകുന്ന കറിയാണ്. അപ്പോൾ നമ്മൾ വിളമ്പന്നതിന് തൊട്ട് മുന്നേ അല്ല തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര പാനീയം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എൻ്റെ ഇതിൽ ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാൻ നേരിട്ട് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മത്തങ്ങായും വിളഞ്ഞ ഏത്തക്കായും ഒന്നുമല്ല ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.25 ടേബിൾ സ്പൂണൊക്കെ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ ഇതിൽ ഓൾറെഡി പച്ചക്കറിക്ക് തന്നെ മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ മാത്രം ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തത്. അപ്പോൾ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ ഇതിൽ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.